ലോകത്തിലെ പർവ്വതങ്ങൾ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എൽബ്രസ് ആണ്. എൽബ്രസ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എൽബ്രസ്. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ചോമോലുങ്മ. ചോമോലുങ്മ. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുങ്മ. ബ്ലാക്ക് ഫോറസ്റ്റ്. ബ്ലാക്ക് ഫോറസ്റ്റ് യൂറോപ്പിലെ ബ്ലോക്ക് പർവ്വതമാണ്. യൂറോപ്പിലെ ബ്ലോക്ക് പർവ്വതമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം സ്ട്രോംബോളിയാണ്. മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതമാണ് സ്ട്രോംബോളി. ഏത് പർവ്വതനിരയിൽ നിന്നാണ് ആമസോൺ നദി ഉത്ഭവിക്കുന്നത്? ആൻഡീസ് പർവ്വതനിരയിൽ നിന്നുമാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വതനിരയിൽ നിന്നുമാണ്. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. വിശുദ്ധ പർവ്വതം ഫ്യൂജിയാമയാണ്. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓറോജനി. ഓറോജനി. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഓറോജനി എന്നാണ് അറിയപ്പെടുന്നത്. പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ. പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് മോണ്ട് ബ്ലാങ്ക്. മോണ്ട് ബ്ലാങ്ക്. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് മോണ്ട് ബ്ലാങ്ക്. കോക്കസ് പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യയും യൂറോപ്പുമാണ്. കോക്കസ് പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന വൻകരകളാണ് ഏഷ്യയും യൂറോപ്പും. ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ധവളഗിരി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധവളഗിരി പർവ്വതം നേപ്പാൾ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. 900 മീറ്ററാണ് പർവ്വതങ്ങൾ. 900 മീറ്റർ. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓറോളജി. ഓറോളജി. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. റോക്കി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന വൻകര അമേരിക്കയാണ്. അമേരിക്കൻ വൻകരയിലാണ് റോക്കി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാലയം. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മലനിരയാണ് പൈറനീസ്. പൈറനീസ്. ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മലനിരയാണ് പൈറനീസ്. പൈറനീസ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലാണ്. ഏത് വൻകരയിലാണ്? യൂറോപ്പിലാണ് പൈറനീസ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ബാൽ തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ബാൽ തോറോ ഹിമാനി. ബാൽ തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഡ്രംലിനുകൾ. ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ് ഡ്രംലിനുകൾ. ഡ്രംലിനുകൾ എന്നാൽ ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകളാണ്. അക്രോപൊളിസ് മലനിരകൾ ഏഥൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അക്രോപൊളിസ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏഥൻസിലാണ്. തെക്കേ അമേരിക്കയിലെ പ്രശസ്തമായ മാച്ചു പിച്ചു ആൻഡീസ് പർവ്വതനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാച്ചു പിച്ചു ആൻഡീസ് പർവ്വതനിരകളിൽ, തെക്കേ അമേരിക്കയിൽ ആൻഡീസ് പർവ്വതനിരകളിലാണ് മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ശൈലവൃഷ്ടി? കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ, അതാണ് ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നത്. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കുന്ന മഴയാണ് ശൈലവൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് ആൻഡീസിലാണ്, തെക്കേ അമേരിക്കയിൽ.